നമസ്കാരം. ജീവിതം എന്ന് പറഞ്ഞാൽ അതന്നൊരു ക്ലേശമല്ലേ? ക്ലേശം എന്ന പദത്തിന്റെ അർത്ഥതലങ്ങളെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുക. ഒരു കുട്ടി ജനിച്ചു, ഇനി ക്ലേശത്തിലേക്കല്ലേ ആ കുട്ടിയുടെ പോക്ക്? ഇനി വരാനിരിക്കുന്ന ജീവിതത്തിൽ ഏതൊക്കെ പ്രതിസന്ധികൾ കടന്നു കിട്ടിയിട്ട് വേണം ആ കുട്ടി ജീവിക്കാൻ? എത്ര മുതലുണ്ടാക്കിയാലാ മതിയാവുക? ആദിവാസികളുടെ ഒരു വിഭാഗം കുട്ടികൾ ജനിച്ച ഉടനെ ബന്ധുക്കളെല്ലാം കൂടിയിട്ട് ഇരിക്കുകയല്ല, കരയാണ് ചെയ്യുക. ഇനി ഇവിടെ ഈ പ്രാരാബ്ധകർമ്മം അനുഭവിക്കണുള്ളൂ. മരിച്ചാൽ കൂടി ഇന്ന് ചിരിക്കും. അതിലൊരർത്ഥമില്ലേ? മരണത്തോടുകൂടി ഈ വ്യക്തിക്ക് പിന്നെ എന്തെങ്കിലും അറിയണോ, വിഷമിക്കണോ? ഒരു ക്ലേശവുമില്ലാതെ കട്ടിലിൽ കിടക്കുന്നത് മരിക്കുമ്പോൾ മാത്രമല്ല. അങ്ങനെ വരുമ്പോ ജീവിതം എന്ന് പറഞ്ഞാൽ ക്ലേശമാണ്. മറ്റുള്ളവർ നമ്മളെ പ്രശംസിക്കും. നിങ്ങൾക്ക് ഇപ്പൊ എത്ര വയസ്സായി? ആരോഗ്യവാനാണല്ലോ. നമ്മളെ നോക്കി ബാക്കിയുള്ളവർ ആരോഗ്യവാനാന്നൊക്കെ പറയും. നമ്മൾ അനുഭവിക്കുന്ന ക്ലേശം നമുക്കേ അറിയൂ. എല്ലാവരുടെ കാര്യം നമ്മൾ അനുഭവിക്കുന്നത് നമുക്കേ അറിയുള്ളൂ. ഇപ്പൊ ഡിസംബറാ, ഭയങ്കര മഞ്ഞ. ഇന്നലെ രാത്രി ഉറക്കത്തിൽ ഞെട്ടി വീഴുന്നു, കാലിന്റെ അടിയിൽ ഭയങ്കര വേദന. കനത്ത ആരോടെ പറയാ? ആരോടും മിണ്ടിയിട്ടില്ല. ഇതൊരു ഉദാഹരണത്തിന് പറയാണ്. ഇത് കേൾക്കുന്ന വേറെ ആൾക്ക് വേറൊന്നായിരിക്കും പ്രശ്നം. ശരീരമുണ്ടോ ക്ലേശം? ആരും നോക്കി ആരോഗ്യവാൻ എന്നൊന്നും വിളിക്കണ്ട. അയാളുടെ വിഷയം അയാൾക്കേ അറിയുള്ളൂ. താൻ എങ്ങനെ കഴിയണമെന്ന് അയാൾക്കേ അറിയുള്ളൂ. കുടുംബാംഗങ്ങള് ഓരോരുത്തരും ഓരോ അസുഖത്തിന്റെ കാര്യം പറയും. ഗൃഹനാഥൻ ഇരിക്കുമ്പോ ഭാര്യ പറയും, അവിടെ ഒരു വേദന, ഇവിടെ ഒരു വേദന, ഇവിടെ കല്ലിന് ചെറിയൊരു പ്രശ്നം, ഇവിടെ താടിക്ക് വായ ഉറക്കുമ്പോൾ ഒരു പ്രശ്നം. അപ്പുറത്തുനിന്ന് മകൻ പറയും, എന്താ അറിയില്ല, എനിക്ക് ഈ കയ്യിന്റെ ഇവിടെ ഒരു കനത്ത വേദനയാണ്. പെൺകുട്ടി പറയും, എനിക്ക് പനിയുണ്ടെന്നാ തോന്നുന്നു. അച്ഛൻ ഇവിടെ നിന്ന് കയ്യിൽ നോക്കും, ഇല്ലേ, പനിയില്ലേ, ചൂടില്ലേ. ഇത് മൂന്നും അച്ഛൻ കേൾക്കുക. മൂന്നും അച്ഛൻ കേൾക്കുമ്പോ അച്ഛൻ വിചാരിക്കുക ഇതിനേക്കാൾ വലിയ പ്രോബ്ലം അദ്ദേഹത്തിനുണ്ട്, അദ്ദേഹം ഉണ്ടായിരിക്കല്ലേ. ജീവിതം എന്നുള്ളത് ക്ലേശമാണ്. ഈ കാര്യത്തിൽ അല്ലെങ്കിലും പരീക്ഷ എഴുതല് ക്ലേശല്ലേ? എന്താ ചെയ്യ? ഇന്നലെ ഒരു ചെറുപ്പക്കാരോട് ഞാൻ പറഞ്ഞു, PSC പരീക്ഷ വരാൻ പോകുന്നു, എങ്ങനെയൊക്കെ എഴുതാൻ നോക്കും, അതിൽ എങ്ങനെയൊക്കെ ജയിച്ചു കിട്ടിയ രക്ഷപ്പെടും. എനിക്കിത് ആഹ്വാനം മാത്രമല്ലേ, ആഹ്വാനം ആക്കാൻ പറ്റാത്തത് നിർഭാഗ്യവശാൽ ആ ചെറുപ്പക്കാരൻ നന്നാവാൻ വേണ്ടിയിട്ടാണ് ഈ പറയണത്. ആ ചെറുപ്പക്കാരൻ വേണ്ടേ ഓടാൻ. ജീവിതം ക്ലേശമാകുമ്പോ ഉടനെ എന്തുണ്ടായിന്നറിയോ? ഈ ക്ലേശത്തിന്റെ ഇപ്പുറത്ത് ആകർഷണം എന്നൊരു സാധനമുണ്ട്. അപ്പോ ആകർഷണത്തിലേക്ക് പോകും. അയ്യോ, എന്തോ ഒരു ചൂടാണ്, ക്ലേശായി. AC ഉണ്ടെങ്കിൽ നന്നായിരുന്നു. ആകർഷണം. AC കൊടുന്നു വെച്ചു. ഇലക്ട്രിസിറ്റി ബില്ല് എത്ര ഇരട്ടിയാവും? ബില്ല് എത്ര ഇരട്ടിയാവും? രാവിലെ എണീറ്റ് ഇനിയിപ്പം ആഹാരമൊക്കെ ഉണ്ടാക്കണം.
പുറമേന്ന് വരുത്തിയാൽ മതിയായിരുന്നു. ഇപ്പോഴത്തെ ഫാഷനൊക്കെ എല്ലാം ഫോൺ ചെയ്യുക, പാർസൽ കൊണ്ടുവരണം. പുറമേന്ന് വരുത്തിയല്ലേ കൂട്ടുന്ന ആകർഷണം വന്നു. ഇപ്പോഴത്തെ വീട്ടിൽ കുറച്ചൊരു അസൗകര്യമാണ്. ഇതങ്ങോട്ട് തട്ടിപ്പൊളിക്കേണ്ട സമയമായിരിക്കണം. എന്നിട്ട് ഇവിടെ നല്ലൊരു ബംഗ്ലാവ് പണിയാം. ക്ലേശം വരുമ്പോൾ ഉടനെ തട്ടിയെടുക്കാൻ ആകർഷണം വരികയാണ്. ബസ്സും കിട്ടുന്നില്ല, എവിടേക്ക് പോകാൻ നിവൃത്തിയില്ല, ഇനി എപ്പോഴാ ബസ് ഒന്നും അറിയില്ല, ക്ലേശം വന്നു. ആ സമയത്ത് എന്ത്? ഓട്ടോറിക്ഷ, ടാക്സി, ആകർഷണം വന്നു. എവിടെയാച്ചാ കൊണ്ടേ വിടും? സൂക്കടാണോ? ആ, ഒരു തറോ ചെക്കപ്പ് നടത്താൻ തോന്നുകയാണ്. ചെറിയ ചെക്കപ്പ് ഒന്നും പോരാ. തറോ ചെക്കപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എത്ര ലക്ഷം ചെലവാകുകയെന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ശരീരത്തിന് ആകെ ഒരു മേനി വേദന ഇവിടെയൊക്കെ ഒരു തറോ ചെക്കപ്പ് അങ്ങോട്ട് നടത്താം. തറോ ചെക്കപ്പ് നടത്തുമ്പോഴാണ് അറിയണത് ഉടനെ ഹാർട്ട് ഓപ്പറേഷൻ നടത്തിയില്ലെങ്കിൽ ആള് കാഞ്ഞു പോകും. എവിടെത്തി? ഇരിക്കണ വില പൊളിച്ചിട്ട് വേറെ ബംഗ്ലാവ് പണിയുമ്പോ ആകർഷണത്തിന്റെ പിന്നാലെ പോകുമ്പോൾ കോപ്പറേറ്റീവ് ബാങ്കിൽ കടം വരും. ആ കടം മടച്ചു അടയ്ക്കാൻ പറ്റുമോ? ആ കടം മടച്ചു അടയ്ക്കേണ്ട ആള് മരിച്ചു പോയാൽ വീട് ജപ്തി ചെയ്താൽ കൊണ്ടുപോകും. ഇന്ന് ടി വിയിൽ അങ്ങനെ ഒരു ന്യൂസ് കണ്ടു, വീട് ജപ്തി. ക്ലേശം വന്നു, ആകർഷണം കൊണ്ടുപോയി. ക്ലേശത്തിന് രക്ഷപ്പെടുത്താൻ ആകർഷണം ദുഃഖിപ്പിച്ചു. ആകർഷണം എന്തായിരുന്നാലും ശരി, അത് ദുഃഖം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. ക്ലേശം വന്ന ഉടനെ വസ്തുക്കളിലേക്ക് ആകർഷിക്കും. ആരോഗ്യകരമായിട്ട് വലിയ സുഖം പോരാ, ആഹാരത്തെ പറ്റി കൂടുതൽ കോൺഷ്യസ് ആവും. രോഗം വന്നാൽ പിന്നെ രോഗം മാറിയിട്ടേ ആഹാരം കഴിക്കാവൂ എന്നൊന്നും ഉള്ള പ്രകൃതിസക്കാർ ഞാനും പ്രസംഗിക്കാറുണ്ട്, കുറെയൊക്കെ പ്രാവർത്തികമാക്കാനും ശ്രമിക്കാറുണ്ട്. സൂക്കട് വന്നാൽ പിന്നെ ചെറിയൊരു സൂക്കടോ വയ്യായൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആഹാരം നിർത്തുമ്പോൾ തന്നെ രോഗം വന്നു. അതൊന്നും എല്ലാവർക്കും ബാധകമല്ല. കൂടുതൽ ആഹാരം കഴിക്കാനാണ് തോന്നുന്നത്. ഒരു നേരം ആഹാരം കഴിക്കാതെ ക്ലേശിച്ചാൽ ഇരട്ടി ഭക്ഷിക്കാനുള്ള തോന്നലാണ് ഉണ്ടാവുന്നത്. ക്ലേശം ടു ആകർഷണം, ആകർഷണം ദുഃഖം ഉണ്ടാക്കും. ആകെ ഒരു തലവേദന. അപ്പോഴോ പഞ്ചസാര ഇട്ടിട്ട് നല്ലൊരു ചായ കുടിച്ചത്. അപ്പോഴോ ലഡു തിന്നാൻ ഭയങ്കര കൊതി. ലഡു കൊടുന്ന് വെച്ചിട്ടുണ്ട്, കോഴിക്കോടൻ അലിവി. വെള്ളനോടത്തിൽ വെച്ച് കാണാം. ലഡു തിന്നു, കോഴിക്കോടൻ അലിവി തിന്നു, ചായയും കുടിച്ചു. ക്ലേശം ആകർഷണത്തിനെ ഉണ്ടാക്കി, ആകർഷണം ദുഃഖകാരനാക്കി. ഒന്നങ്ങോട്ട് മാറി ചിന്തിക്കേ വേണ്ടു. ഒന്ന് മാറി ചിന്തിച്ചാൽ പ്രശ്നമൊക്കെ തീരുന്നു. ക്ലേശം വന്നു ഉടനെ സമർപ്പണത്തിലേക്കാണ് തിരിഞ്ഞെങ്കിലോ ഏത് കാര്യവും അങ്ങോട്ട് സമർപ്പണത്തിലേക്ക് തിരിയുക. അതിന്റെ പേരാണ് തത്വചിന്ത. തത്വചിന്ത എന്ന് പറയുന്നത് നമ്മളെ ഉയർത്തും, ക്ലേശമല്ല. ഇതിങ്ങനെ പോയി അതിന് അവസാനമില്ലല്ലോ. സമർപ്പിച്ചു. ഹനുമാൻ എല്ലാം രാമന് സമർപ്പിച്ചു. സബ്മിറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ആൻസർ കണ്ടു.
സർക്കാർ ഓഫീസിൽ ജോലി ചെയ്തവർക്കറിയാം. ഇവിടുത്തെ സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെയാണ്. ഞാൻ അങ്ങനെ ധാരാളം നോട്ട്സ് എഴുതിയ അനുഭവമുണ്ട്. പ്രോവിഡന്റ് ഓഫീസിൽ പണ്ട് ജോലി ചെയ്ത കാലത്ത്. എന്നിട്ട് അതിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും സബ്മിറ്റഡ് എന്നൊരു താഴെ വരാം. ഇത് സമർപ്പിക്കുന്നു, സമർപ്പണമാണ്. അപ്പൊ അത് വായിച്ച മേലുദ്യോഗസ്ഥൻ ഇങ്ങനെ ചെയ്യുക, റിമാർക്ക്. ഇതാണ് സമർപ്പണം. ഈ സമർപ്പണമാണ് ജീവിതത്തിൽ ഉയർത്തുക. എപ്പോ ക്ലേശം വന്നോ ആകർഷണത്തിന്റെ ഭാഗത്തേക്ക് പോകാതെ സമർപ്പണത്തിന്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ ആ യാത്രയുടെ പേരാണ് തത്വചിന്ത. ധന്യമായ ജീവിതത്തിൽ തത്വചിന്തയാണ് പറയുന്നത്. ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.